ഓണത്തിന് സ്പെഷ്യൽ സദ്യ ഇല്ലെങ്കിലും മാവേലി വന്നില്ലെങ്കിലും കഴിഞ്ഞ 25 വർഷങ്ങളായി മലയാളികളുടെ വീട്ടിലേക്ക് മുടങ്ങാതെ എത്തുന്ന ഒരാളാണ് വല്യേട്ടൻ. ഓണത്തിന് മാത്രമല്ല വിഷുവിനും ക്രിസ്മസിനും ഒക്കെ ചിലപ്പോൾ ഈ വല്യേട്ടൻ വീട്ടിലെ സ്വീകരണ മുറിയിൽ കയറി വരും. എന്നാൽ ആ പതിവ് ഇക്കൊല്ലം തെറ്റുമെന്നാണ് കേൾക്കുന്നത്. ഇത്തവണ ഓണത്തിന് കൈരളി ചാനലിൽ വല്യേട്ടൻ സിനിമ ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം വല്യേട്ടന്റെ 25 വർഷത്തെ കൈരളിയുടെ ടെലികാസ്റ്റ് അവകാശം പൂർത്തിയായിരിക്കുകയാണ്. അതിനാൽ ഇക്കൊല്ലം ചിത്രം ചാനലിൽ ഉണ്ടാകില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടെ നിരവധി ആരാധകരാണ് തങ്ങളുടെ സങ്കടം രേഖപ്പെടുത്തിക്കൊണ്ട് കമന്റുകൾ ഇടുന്നത്. ഓണത്തിന് മാവേലി വന്നില്ലെങ്കിലും വല്യേട്ടൻ തീർച്ചയായും വരണമെന്ന് പറയുന്ന നിരവധി ട്രോളുകളാണ് വരുന്നത്. അതൊരു പതിവായിരുന്നു, ഒരു ശീലമായിരുന്നു. ഇനി വല്യേട്ടൻ ഇല്ലെന്ന് ഓർക്കുമ്പോൾ മനസ്സിലൊരു ശൂന്യതയാണെന്നും ആരാധകർ പറയുന്നു. സോഷ്യൽ മീഡിയ ആകെ നിരാശയിലാകുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ചാനലിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു വമ്പൻ ഹിറ്റ് ചിത്രമായിരുന്നു 2000 പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ ഷാജി കൈലാസ് ചിത്രമായ വല്യേട്ടൻ. ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നിട്ട് കൂടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ട്രോളന്മാരുടെ സ്ഥിരം ഇരയായി മാറിയ ഒന്നായിരുന്നു വല്യേട്ടൻ എന്ന സിനിമ. അതിന്റെ പ്രധാന കാരണം ചിത്രത്തിന്റെ സാറ്റലൈറ്റ് ടെലികാസ്റ്റ് ആയിരുന്നു. കൈരളി ചാനലായിരുന്നു ചിത്രത്തിന്റെ സംപ്രേഷണ അവകാശം അന്ന് സ്വന്തമാക്കിയത്. 2001 കൈരളി വല്യേട്ടൻ വാങ്ങിയത്. ചിത്രത്തിന്റെ സംപ്രേഷണാവകാശം സ്വന്തമാക്കിയ 25 വർഷത്തെ കരാർ ഇപ്പോൾ അവസാനിച്ചു എന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ. അതോടെ 25 വർഷങ്ങൾക്ക് ഇപ്പുറം വല്യേട്ടൻ സംപ്രേഷണം ചെയ്യാത്ത ഒരു ഓണമാണ് കൈരളിയെ കാത്തിരിക്കുന്നത്. പല വർഷങ്ങളിലും മുൻനിര ചാനലുകൾ പുതിയ ചിത്രങ്ങൾ പ്രീമിയർ ഷോ ആയിട്ട് ഓണത്തിന് ഇറക്കുമ്പോൾ കൈരളിയും വി ചാനലും ഓണത്തിന് വല്യേട്ടൻ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു. കലണ്ടറിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ ആഘോഷം എന്തുമായിക്കൊള്ളട്ടെ, സിനിമ വല്യേട്ടൻ തന്നെ എന്നതായിരുന്നു കൈരളിയുടെ നിലപാട്. കുറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചിത്രം വി ചാനലിലും സംപ്രേഷണം ചെയ്തിരുന്നു. ഒരു TV ചാനൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ പ്രദർശിപ്പിച്ച സിനിമ എന്ന അപൂർവ റെക്കോർഡും കൈരളി വല്യേട്ടൻ എന്ന സിനിമയിലൂടെ സ്വന്തമാക്കി. കണക്കുകൾ പ്രകാരം 950 തവണയാണ് ഈ ചിത്രം ചാനലിൽ സംപ്രേഷണം ചെയ്തത്. ഇപ്പോഴും കൈരളി TV സാറ്റലൈറ്റ് റൈറ്റ്സ് പുതുക്കുകയാണെങ്കിൽ ചിത്രം ആ ചാനലിൽ തന്നെ തുടരും. എന്നാൽ ചിത്രത്തിന്റെ പുതിയ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കാൻ പ്രമുഖ മലയാളം ടെലിവിഷൻ ചാനലുകളും ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. സൂര്യ TV, മഴവിൽ മനോരമ തുടങ്ങിയ മുൻനിര ചാനലുകൾ അടക്കം ഇതിന് പിന്നിലുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കും. അതേസമയം കളിയാക്കിയാലും ട്രോളുകൾ വന്നാലും വല്യേട്ടൻ കൈരളിയിൽ തുടരണമെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത്. 1/4 നൂറ്റാണ്ടോളം കാലം ഓണക്കാലവും ആഘോഷവേളകളും മനോഹരമാക്കിയ കൈരളി ചാനലിന്റെ ഐശ്വര്യമായിരുന്നു വല്യേട്ടൻ എന്നാണ് അവർ പറയുന്നത്. ഇതിന് കാരണം 25 വർഷങ്ങൾക്ക് മുമ്പ് മലയാള ടെലിവിഷൻ രംഗത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് കൈരളിയിൽ വല്യേട്ടന്റെ ഷോ ആരംഭിക്കുന്നത്. 2001 തിരുവോണം ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് റിലീസ് ചെയ്ത് 1 വർഷം തികയുമ്പോൾ തന്നെ വല്യേട്ടൻ കൈരളി ചാനലിൽ വന്നത് ഒരു ഞെട്ടലോടുകൂടി തന്നെയായിരുന്നു അന്നത്തെ പ്രധാന ചാനലുകളായ ഏഷ്യാനെറ്റും സൂര്യയും കണ്ടത്. വല്യേട്ടൻ വീഡിയോ കാസറ്റ് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ കൈരളിയിൽ സംപ്രേഷണം ചെയ്തു. തിരുവോണ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമ തീർന്നത് രാത്രി 10 മണിക്ക് ശേഷമാണ്. അത്രയ്ക്കും പരസ്യങ്ങളായിരുന്നു അന്ന് കൈരളിക്ക് കിട്ടിയത്. കാര്യമായി ഹിറ്റ് പരിപാടികളൊന്നും ഇല്ലാതിരുന്ന അന്നത്തെ കൈരളി ചാനലിലെ സൂപ്പർ ഹീറോകൾ GS പ്രദീപ് അവതരിപ്പിച്ച അശ്വമേധം പരിപാടിയും വല്യേട്ടൻ എന്ന സിനിമയുമായിരുന്നു.